ആരോൺ അച്ചമ്മയോട് പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് ഗോവണി ഇറങ്ങുവാൻ തുടങ്ങുമ്പോഴാണ് സേതു ആകെ കലിപൂണ്ട പോലെ ചവിട്ടിത്തുള്ളി റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കിച്ചുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തൊട്ടു പിന്നാലെ ദേവിക ഓടുന്നുണ്ട്. സേതു ഏട്ടാ നോക്ക്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ദേവിക അയാളുടെ പിന്നാലെ പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. അവർക്ക് പിന്നാലെ കിച്ചുവും മുകളിലുണ്ടായിരുന്ന എല്ലാവരും ഓടിയിറങ്ങി. അമ്മമ്മയുടെ മകന് തലയിൽ നല്ല ഒന്നാന്തരം നെല്ലിക്കത്തളം വെക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ബ്ലഡി ഹെൽ. ആരോണ് താഴേക്കിറങ്ങുന്നതിൻ്റെ ഇടയിൽ അവരോട് പറഞ്ഞു. മിണ്ടാതിരിക്കട താൻ തോന്നി. അവനെങ്ങാനും കേട്ടാ നിന്നെ എടുത്തതേ ആ കുളത്തിലിടും കേട്ടോ. ഇനി ഇവൻ എന്തിനുള്ള പുറപ്പാടാൻ്റെ തേവരെ. അവർ സേതുവിൻ്റെ അടുക്കലേക്ക് ധൃതിയിൽ നീങ്ങി. കേശവാ കേശവാ. സേതു അലറിക്കൊണ്ട് താഴേക്കിറങ്ങി. സേതുവിൻ്റെ അലർച്ച കേട്ട് കല്യാണത്തിന് കൂടിയവർ എല്ലാവരും വിളറി നിൽക്കുവാണ്. കേശവ ഇയാളിതുവിടെ. സേതു കാര്യസ്ഥനെ വിളിച്ചു കൂവി. അച്ഛനൊന്ന് വീട് വരെ പോയിരിക്കുകയായിരുന്നു. എന്താണെന്ന് പറഞ്ഞോളൂ, ഞാൻ ചെയ്തോളാം. മിത്രൻ സേതുവിനരികിലേക്ക് വന്നു. ഹാ, താനായാലും മതി. ദേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഇപ്പോൾ ഇറങ്ങാൻ പറയണം. പിന്നെ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം ദാ ആ കിഴക്കേ തൊടിയിൽ കുഴിച്ചു മൂടിയേക്ക്. ഈ അസത്ത് പിടിച്ച വിവാഹത്തിൻ്റെ പങ്ക് ഊണ് ആരും കഴിക്കേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് സേതു മുകളിലേക്ക് പോകുവാൻ തുടങ്ങിയതും കാലിൽ ഒരു പിടി വീണു. അച്ഛേ, എന്നോട് ക്ഷമിച്ചൂടെ? ഞാനൊരു തെറ്റുപോലും ചെയ്തിട്ടില്ല അച്ഛേ. ദേവിനെ ഇഷ്ടപ്പെട്ടു പോയി. അതൊരു വലിയ തെറ്റാണോ അച്ഛാ? എന്നോട് ക്ഷമിക്കുവോ? എനിക്ക് സഹിക്കുവാൻ പറ്റുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് സേതുവിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. നച്ചു, എൻ്റെ കാലിൽ നിന്ന് ഇട്ട് മാറ്. എന്നിട്ടിതാ നീ പ്രേമിച്ചവൻ്റെ കൂടെ പോവുക. പ്രേമമെന്നും എല്ലാവർക്കും വിരമേ സമ്മാനിച്ചിട്ടുള്ളൂ. നിനക്കും ആഗതി വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അയാൾ അലറി. ഇല്ലച്ചാ, എന്നോട് ക്ഷമിക്കാതെ നെച്ചു പോവില്ല. ക്ഷമിക്കേ? ഒരിക്കലുമില്ല. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുവെച്ച് വളർത്തിയതല്ലേ നിന്നെ ഞാൻ. എന്നിട്ടും ഏതോ ഒരു തന്നെ കണ്ടപ്പോൾ പ്രേമം, നശിച്ച പ്രേമം, പൊക്കോണം എൻ്റെ കൺമുന്നിൽ നിന്നും എന്നേക്കുമായി. ഇനി ഞാനുമായി നിനക്കൊരു ബന്ധവുമില്ല. ഞാനുമായി മാത്രമല്ല, ഈ തറവാടുമായുള്ള സകല ബന്ധവും കഴിഞ്ഞു കേട്ടല്ലോ. അത്രയും പറഞ്ഞ് അവളുടെ പിടിപിടിവെച്ച് അയാൾ മുകളിലേക്ക് നടന്നു. സകല മനോധൈര്യവും നഷ്ടപ്പെട്ടവളെപ്പോലെ നെച്ചു ദേവിൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ച് കരഞ്ഞു. വിങ്ങിക്കരയുന്ന പെൺകുടിയെ സഹതാപത്തോടെ വിവാഹത്തിന് വന്നവർ നോക്കി നിന്നു. ദേവിക വന്ന് അവളെ മുടിയിൽ തലോടി. സാരമില്ല മോളെ, അച്ഛൻ്റെ ദേഷ്യം മാറുമ്പോൾ എല്ലാം ശരിയായിക്കോളും. എന്ന് ശരിയാവാൻ? നെച്ചു അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെക്കേണ്ടതില്ല മോളെ. സ്വന്തം കൂടപ്പിറപ്പിനെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് നാളേറെയായി. എൻ്റെ കുട്ടി സന്തോഷത്തോടെ പോയിക്കോളാം. നല്ലതേ വരുള്ളൂ. അച്ചമ്മ പ്രാർത്ഥിക്കാം. ഇടയ്ക്ക് ദേവുമോനെയും കൂട്ടി വരണം ട്ടോ. അച്ചമ്മ കണ്ണുകൾ തുടച്ച് അച്ചച്ചൻ്റെ കയ്യിൽ പിടിച്ചു. വിഷമിക്കാതെ. സേതുവിനെ നമുക്കറിയാലോ. അവൻ്റെ സ്വഭാവം മാറാനും പോകുന്നില്ല. കാലം പഴയ കാലമൊന്നുമല്ല. കുട്ടികൾ ജീവിക്കട്ടെ അവരുടെ ഇഷ്ടത്തിന്. അച്ചച്ചൻ അച്ചമ്മയെ സമാധാനിപ്പിച്ചു. അച്ഛയെ ഒരു നോക്കുപോലും കാണാതെ എന്നേക്കുമായി ഇളവള്ളി മഠത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ നെച്ചുവിൻ്റെ മനസ്സ് നിശ്ചലമായിരുന്നു. ഒന്ന് കരയുവാനോ ചിരിക്കുവാനോ പോലും ആവാതെ തളർന്നിരുന്നു അവൾ. അച്ഛയെ വിളിക്കുവാനായി അകത്തേക്ക് കയറി കിച്ചു വീണ്ടും ആരോണിൻ്റെ കയ്യിൽപ്പെട്ടു. അവൻ്റെ മുഖം കണ്ടാലറിയാം രംഗം അത്ര പന്തിയല്ല എന്ന്. എന്താ, ആളെ പേടിപ്പിക്കാനാണോ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്നത്? ഓ എക്സ്ക്യൂസ് മീ. നിൻ്റെയൊക്കെ തന്തയെ നോക്കിയാൽ മതി പേടിക്കാൻ. ബ്ലഡി. അയാൾ ആരാണെന്നാ അവൻ്റെ വിചാരം? ഏട്ടൻ തടഞ്ഞത് കൊണ്ടാ? ഇല്ലേ ഞാൻ പിടിച്ചൊന്ന് കൊടുത്തേനെ. അയാൾ ആരാ പ്രണയിക്കുന്നവരെ പിരിക്കുവാൻ? ഇറങ്ങിക്കോളും. നേരം പുലരുമ്പോൾ പോത്തിൻ്റെ പുറത്ത് കയറി ആരുടെ കഴുത്തിലാ കുടുക്കിടേണ്ടതെന്ന് അന്വേഷിച്ച്. ഓ ഹലോ, ഇയാൾ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. പറ്റിലിറങ്ങിപ്പോടോ. അവൾ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചേറി. ആ വിരലടക്കം അവളുടെ കൈ അവൾക്ക് പിന്നിലേക്ക് മടക്കിക്കൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പൊന്നുമോളി ഇത്തവണ ചെയ്തു. ഇനി മേല ചേട്ടൻ്റെ നേർക്ക് കൈ ചൂണ്ടിയാലുണ്ടല്ലോ കടിച്ചെടുക്കും ഞാൻ ആ വിരലിങ്ങോട്ടേക്ക്. അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ചേർത്ത് അവനത് പറയുമ്പോൾ അവൾ വിറച്ചു പോയിരുന്നു. അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഉമിനീർ വറ്റിപ്പോയിരുന്നു. കണ്ണുകൾ അപ്പോഴേക്കും പാതി അടിഞ്ഞു പോയിരുന്നു. ആ പിന്നെ, ഞങ്ങളിനി ഒരു നിമിഷം നച്ചുവിനെ ഇവിടെ നിർത്തില്ല. നിന്റെ തന്തയെ വല്ല ചങ്ങലൊക്കെ ഇട്ടിട്ട് നാളെ തന്നെ അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് പിടിച്ചോണം കേട്ടല്ലോ. യു നോ സംതിങ് ആർച്ച, ഐ ആം ഹാപ്പിയസ്റ്റ് വെൻ ഐ ആം വെരി നെക്സ്റ്റ് ടു യു. സോ കുറേ ദിവസം വിട്ടു നിൽക്കാൻ പറ്റിയില്ല എനിക്ക്. ഇനി വരുവാനെങ്ങാനും വൈകിയാൽ ഞാൻ ഇവിടെ വന്ന് തൂക്കിയെടുത്ത് കൊണ്ട് അങ്ങോട്ട് പോവും കേട്ടോടി. അവളിൽ നിന്നും വിട്ടുമാറിക്കൊണ്ടവൻ പറഞ്ഞു. ഓ അതുകൊണ്ടാവും വർഷം ഇത്രയും മാറി നിന്നത്. ഇതായിരിക്കും വെരി നെക്സ്റ്റ് ടു മീ. അവൾ പെറുപെറുത്ത്. എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കുന്ന വിധത്തിൽ പറയടി. ഏയ് ഞാനൊന്നും പറഞ്ഞില്ല. അവൾ മുകളിലേക്ക് കൃഷ്ണമണി പായിച്ചുകൊണ്ട് പറഞ്ഞു. വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ് ഫോർ യു. അത്രയും പറഞ്ഞുകൊണ്ടവൻ നടന്നകലുമ്പോൾ ആ പഴയ അവളുടെ ചെക്കനെ അവൾക്ക് തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. ആ കിന്നിരിക്കാനും പിന്നാലെ നടക്കാനും അവിടെ ഉണ്ടല്ലോ ഒരുത്തി. അവളോട് പോയി പറ. അവൾ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ ആ ഇളം പച്ചക്കണ്ണുകൾ അവയിൽ താൻ പണ്ടേ അടിമപ്പെട്ടു പോയതാവാം കാരണം.
ഒരു പരിധിയിൽ കൂടുതൽ സന്തോഷിക്കുവാനും ഭയമാണ് അവൾക്ക്. പണ്ടും ഇതുപോലെ ആയിരുന്നവൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ തിരിച്ചു വരുന്നത്. ചിലപ്പോഴൊക്കെ പ്രണയം അങ്ങനെയാണ്, കൊതിച്ചതായിരിക്കില്ല വിധിക്കുന്നത്. ഒരുപക്ഷെ വിധിച്ചതിനൊപ്പം ജീവിച്ചു തീർക്കുവാനും ചില ജീവിതങ്ങളുടെ വിധി. അവൻ പോയ വഴിയെ അവൾ എന്തൊക്കെയോ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും 2 കൈകൾ അവളെ വലിച്ചുകൊണ്ട് പോയത്. അവൾ ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ അത് അനുവും നന്ദയുമായിരുന്നു. പന്നിപ്പട്ടികളെ, മനുഷ്യൻ്റെ ഉള്ള ജീവൻ അങ്ങ് പോയല്ലോടി. ആ പോവും, പോയില്ലേ ഞങ്ങൾ ഇങ്ങെടുക്കും പറയടി. ദേവരുടെ ഉത്സവത്തിന് കണ്ട ചേട്ടൻ എങ്ങനാടി ഇവിടെ, അതും ദേവേട്ടൻ്റെ ഫ്രണ്ടായത്? സത്യം പറഞ്ഞോണം. അനു അവളുടെ കഴുത്തിന് പിടിച്ചു. അത് പറയാം. ഇനിയിപ്പോൾ നിങ്ങളോട് പറയാതിരുന്നിട്ട് എന്ത് കാര്യം? ആദ്യം നെച്ചുവിനെ യാത്രയാക്കട്ടെ. സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് പറയാം. എന്തേ? ഓ യെസ്, എപ്പോഴായാലും പറഞ്ഞാൽ മതി, നന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരുവിനോടും ഷാരോണിനോടും യാത്ര പറഞ്ഞിട്ട് അച്ചമ്മയ്ക്ക് മതിയാവാത്ത പോലെ. അച്ചമ്മ ചളമാക്കരുത്. പേരമക്കളാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. നാട്ടുകാരെ മൊത്തം അറിയിക്കാതെ ഇങ്ങോട്ട് വന്നേ. ആരോണിൻ്റെ കയ്യിൽ നിന്നും പിടിപിടിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. ഇവൾക്ക് അസൂയയാമ്മമ്മേ. ഞാനൊരിക്കൽ അമ്മയും കൂട്ടി വരാം കേട്ടോ, വിഷമിക്കേണ്ട. ഞങ്ങളിപ്പോൾ പോയിക്കോട്ടെ. നെച്ചുവിനൊരു കുറവുമില്ലാതെ നോക്കിക്കോളും ദേവ് ഇവളെ. ഞാനും കുറച്ച് സ്വരം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ആരു കാറിലേക്ക് കയറി. അതെ, ഇവിടെ ഒട്ടി നിൽക്കാതെ നാളെ തന്നെ ഓഫീസിലേക്ക് എത്തിയിരിക്കണം. ആരോൺ കുറച്ച് ഗൗരവത്തോടെ മെല്ലെ പറഞ്ഞു. നാളെയോ? നാളെ എൻ്റെ കുട്ടിയെ ഞാൻ എങ്ങോട്ടും വിടില്ല കേട്ടോ. നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 4 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം ആഘോഷിക്കുവാൻ കഴിയുന്ന ഒന്ന്. നാളെ ഫെബ്രുവരി 29, എൻ്റെ ചട്ടമ്പിയുടെ പിറന്നാൾ. കഴിഞ്ഞ പിറന്നാൾ എൻ്റെ കുട്ടിക്കൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അച്ചമ്മയൊന്ന് കാണുവാൻ പോലും വന്നിരുന്നില്ല. അതുകൊണ്ട് ഈ വട്ടം ഞാൻ എങ്ങോട്ടും വിടില്ല. അച്ചമ്മ അത് പറയുമ്പോൾ ആരുവിൻ്റെ കണ്ണുകളിൽ ഒരുതരം നിസ്സംഗത ഭാവമായിരുന്നു. കാരണം അവനായിരുന്നു കഴിഞ്ഞ വർഷത്തെ പിറന്നാൾ അവളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. അവൻ്റെ ഓർമ്മകൾ മാത്രമാണെന്ന് അവന് നന്നായി അറിയാം. അതിന് മറുപടി എന്നോണം അവൻ എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് മിത്രന് യാത്ര പറഞ്ഞു. തിരക്ക് കഴിയുമ്പോൾ വി ഷുഡ് മീറ്റ് മുംബൈ. ആരോൺ അവന് കാറിലിരുന്നു കൊണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തു. യാഷുവർ. മിത്രൻ അവനെ സന്തോഷത്തോടെ യാത്രയാക്കി. മട്ടുപാവിലെ ആ മുറിയിൽ അലമുറയിടുന്ന ഹൃദയവുമായി പ്രതികാരം ചെയ്യുവാൻ കഴിയാതെ ഒതുങ്ങി ഇരിക്കുവാണവൾ. മേപ്പാടൻ അപ്പോഴും എന്തൊക്കെയോ കാര്യമായ ക്രിയകൾ ചെയ്തുകൊണ്ട് മന്ത്രോച്ചാരണങ്ങൾ മുഴുകിയിരുന്നു. നിന്റെ മകളെ ഒന്ന് ആശീർവദിക്കുവാൻ പോലും നീ സമ്മതിച്ചില്ല മേപ്പാടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഭസ്മമാക്കും എല്ലാം ഞാൻ, അവൾ അട്ടഹസിച്ചു. നെച്ചുവിൻ്റെ ഗൃഹപ്രവേശം ചുറ്റിനും ചെടികളാൽ അലങ്കരിച്ച ആ 3 നില ബിൽഡിങ്ങിൻ്റെ ഗേറ്റിലേക്ക് കാർ വന്നു നിന്നപ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ പതിയെ പെണ്ണിനെ കാണുവാനുള്ള തിരക്കിലായിരുന്നു. നെച്ചുവിൻ്റെ കണ്ണുകൾ ആദ്യമുടക്കിയത് ആ പേരിൽ തന്നെയായിരുന്നു, ഇന്ദ്രപ്രസ്ഥം. എന്തോ ആ പേരിനോട് വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു അവൾക്ക്. വീടും ചുറ്റുപാടും നിരീക്ഷിക്കുവാനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല അവൾക്ക്. പിന്നെ കൂടുതലായൊന്നും അവൾക്ക് നിരീക്ഷിക്കേണ്ടതും ഉണ്ടായിരുന്നില്ല. കാരണം നേരിൽ കാണുന്നത് പോലെ ദേവ് പറഞ്ഞു കൊടുക്കുമായിരുന്നു വീടിൻ്റെ പ്ലാൻ മുഴുവൻ. എത്ര സ്റ്റെപ്പ്, റൂം, വാൾസ്, കർട്ടൻസ്, എന്തിന് ടൈലിൻ്റെ നിറം പോലും നെച്ചുവിനറിയാമായിരുന്നു. അതാണ് ദേവ്. മനസ്സിൽ 1000 സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ വിവാഹമായിരുന്നു. പക്ഷേ അച്ചയുടെ ദേഷ്യം കൊണ്ട് പൊടിയുന്ന ഹൃദയവേദനയുമായാണ് നെച്ചു മനയിൽ നിന്നും പടിയിറങ്ങിയത്. ദേവിൻ്റെ വില്ലയിൽ വളരെ ഗംഭീരമായ വരവേൽപ്പ് പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും അന്തരീക്ഷം മൂകമായതുകൊണ്ട് ചെറിയൊരു ആരതിയിൽ ഒതുക്കി. ഏഴുതിരിയിട്ട നിലവിളക്കുമായി നേത്രാവൻ ദേവിൻ്റെ ഹൃദയത്തിലേക്ക് എടുത്തുവെച്ച വലതുകാലുമായി അവൻ്റെ വില്ലയിലേക്കും ചുവടുവെച്ച് കയറി. അച്ഛനോട് മനസ്സിൽ 1000 ആവർത്തി മാപ്പപേക്ഷിച്ചുകൊണ്ട് അവൾ പൂജാമുറിയിൽ തിരിതെളിയിച്ചു. നച്ചു, മതിമോളെ, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഡെസ്പറേറ്റ് ആവാതെ. നമ്മളെത്ര കൊതിച്ചിരുന്നതാ ഈ ദിവസം. പിന്നെ ഇന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നതുമല്ലോ. ഒരുപക്ഷെ ഇതിലുമേറെ. ഇതെല്ലാം ആലോചിച്ചിട്ടുമാണ് നമ്മൾ തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയതും. ഇത്രയുമായിട്ട് അവസാനിച്ചെന്ന് സമാധാനിക്കുന്നേ. ബി ബോൾഡ്. അവൻ അവളെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഐ എം എക്സ്ട്രീംലി സോറി ദേവ്, ഐ കാൺട്ട് കൺട്രോൾ മൈസെൽഫ്. അച്ഛ ഒത്തിരി മനസ്സ് നേരിയാണ് എന്നെ അകറ്റി നിർത്തിയത്, അതും പ്രണയത്തിൻ്റെ പേരിൽ. നാളെ കിച്ചുവിൻ്റെ കാര്യത്തിലായാലും അച്ഛ എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. ആരോൺ അവളെ സ്നേഹിക്കുന്നുവെന്നും അവൻ പാർവതി അപ്പച്ചിയുടെ മകനാണെന്നും അറിഞ്ഞാലുള്ള ആ അവസ്ഥ ഓർക്കാനേ വയ്യ. അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഓയേ, ഹലോ, അതെ, വൺ ആൻഡ് ഓൺലി ദ ഗ്രേറ്റ് ആരോൺ ഫിലിപ്പ് തേവക്കലാണ് മോളെ. ആരോൺ അല്ലാതെ നമദേവല്ല. അവനെ എന്ത് തലകുത്തി മറിഞ്ഞിട്ടായാലും അവളെ നിൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്നും പോക്കിയിരിക്കും. അതിപ്പോൾ ആരെ കൊന്നിട്ടായാലും സ്വന്തം ജീവൻ പണയം വെച്ചിട്ടായാലും. ഒരിക്കൽ അവളെ സ്വയം നഷ്ടപ്പെടുത്തിയപ്പോൾ അവനുണ്ടായ ആ അവസ്ഥ നേരിൽ കണ്ടതാ ഞാനും. അത്രയേറെ സ്വാർത്ഥമായിട്ടാണ് അവനവളെ പ്രണയിക്കുന്നത്. അത് നിൻ്റെ അനിയത്തിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതവൻ മനസ്സിലാക്കി കൊടുക്കേണ്ട പോലെ മനസ്സിലാക്കി കൊടുത്തോളും. അവനൊന്ന് പുഞ്ചിരിച്ചു. ദേവ മോളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വായോ, കുറച്ച് സ്വീറ്റ്സ് തരുന്ന ചടങ്ങുണ്ട്. സരസ്വതി അമ്മ ഹാളിൽ നിന്നും വിളിച്ചു പറഞ്ഞു. മധുരം കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് പാർവതിയും ഫിലിപ്പും കയറി വരുന്നത്.
എല്ലാവരും ഒന്ന് മാറിക്കേ, ഞാനൊന്ന് കാണട്ടെ എൻ്റെ കുട്ടിയെ, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പാർവതി നെച്ചുവിൻ്റെ തലയിൽ തലോടി. അച്ഛൻ പിണങ്ങിയല്ലേ, അവൻ അങ്ങനെയാടാ. നിൻ്റെ കുട്ടി കാര്യാക്കണ്ട കേട്ടോ. കുറച്ച് നാളേക്ക് അപ്പച്ചി ഉണ്ടാവും തൊട്ടരികിൽ. അപ്പച്ചി തിരികെ പോകും വരെ അപ്പച്ചി നോക്കിക്കോളാട്ടോ. പിന്നെ കിച്ചുമോള് 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോരുമല്ലോ. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അപ്പച്ചി അവളെ സമാധാനിപ്പിച്ചു. 2 നാളെ അവളിങ്ങെത്തും. പറഞ്ഞതിൻ്റെ ശബ്ദം കൂടിപ്പോയെന്ന് മനസ്സിലായത് ദേവിൻ്റെ ആക്കിയുള്ള ചിരിയിലാണ്. അത് നിനക്കിത്ര കൃത്യമായി എങ്ങനെ അറിയാം? ദേവ് ചുണ്ട് ചിരിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. യു നോ സംതിങ്, ഐ ആം ഹെയർ ബോസ്. ലീവ് എടുത്താൽ മന്ത്ലി സാലറി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ദാറ്റ്സ് വൈ, അവൻ പറഞ്ഞു പിച്ച്. ഉവ്വ, കാണാതിരുന്നാൽ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല, അതങ്ങ് പറഞ്ഞാൽ പോരായോ മോനെ. ദേവിൻ്റെ അടുത്ത ഗോള്. സ്വന്തം കല്യാണമായിപ്പോയി, അല്ലേ ഞാൻ കഴുത്തിന് പിടിച്ചെറിഞ്ഞാനെ, ആരോൺ കുർത്തയുടെ സ്ലീവ് മടക്കിക്കൊണ്ട് പറഞ്ഞു. ആരോണിൻ്റെയും ദേവിൻ്റെയും ഓരോ കുസൃതിക്കിടയിലും നിവേദ്യയുടെ കണ്ണുകൾ ആരോണിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ക്ഷേത്രയ്ക്കൊപ്പം നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ അവൾ ഒരിക്കൽ പോലും കാണാത്ത മറ്റൊരു വികാരമായിരുന്നു ആ കണ്ണുകളുടെ തിളക്കത്തിന് തന്നെ. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അവൻ്റെ പെണ്ണെന്നുള്ള ആ ആധിപത്യത്തിൽ അവൾക്കൊപ്പം നിൽക്കുമ്പോൾ അവൻ്റെ ചുടിയിൽ എപ്പോഴും പ്രണയത്തിൽ ചാലിച്ച ചിരിയായിരുന്നു. അതൊരിക്കലും മറ്റാർക്കൊപ്പം നിന്നാലും അവൻ്റെ ചുടികളിൽ കാണുവാനാവില്ല. നാളിതുവരെ കണ്ടിട്ടുമില്ല. ക്ഷേത്ര, യു ആർ ജസ്റ്റ് എ ലക്കി ഗേൾ, അതർവൈസ് യു വിൽ നോട്ട് ഡിസേർവ് ഹിം, അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. മനയിൽ നിന്നും നെച്ചു ഇറങ്ങിയതിന് പിന്നാലെ നെച്ചുവിനോടുള്ള അടങ്ങാത്ത കലി കൊണ്ടോ മനസ്സിൽ താങ്ങുവാനാവാത്ത ഭാരം കൊണ്ടോ എന്തെന്നറിയില്ല, ഒരിക്കൽ പോലും കിച്ചുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ മറക്കാത്ത സേതു പിറ്റേന്ന് കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പോലും മൈൻഡ് ചെയ്യാതെ ദുബായിക്ക് ഫ്ലൈറ്റ് പിടിച്ച് കൂടെ ദേവികയും. സേതുവും ദേവികയും കൂടെ പോയപ്പോൾ കിച്ചുവിനെന്തോ ആകെ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ്. അപ്പോഴാണ് ചവിട്ടി കുതിച്ചുകൊണ്ട് ഹാളു കയറി വരുന്നത്. എന്നതാടി ഈ ഓടിമറിഞ്ഞ് വരുന്നത്? എന്താ? ഓ, നിന്റെ തന്തപ്പടി എല്ലാവർക്കും പാരയാണല്ലോ മോളെ. ഒരു കണക്കിനാ അങ്ങേരൊന്ന് അടുത്തു തുടങ്ങിയത്. അപ്പോൾ നിന്റെ ഡാഡിയുടെ ഒടുക്കത്തെ ഡയലോഗ് എല്ലാം തൊലച്ചു. എൻ്റെ ഹാളു, നീ ഒന്ന് തെളിച്ച് പറയപ്പെണ്ണേ, എന്താടി കാര്യം? കിച്ചു കണ്ണുമീഴ്ച്ചു. ഓ എടി, എന്നെ മൈൻഡ് പോലും ചെയ്യാത്തൊരു ഋഷിശീഘ്രനുണ്ടല്ലോ, ശ്രീമിത്രൻ. അങ്ങേര് ഇന്നെന്നോട് വന്ന് സംസാരിച്ചു. അതിലും വലിയ തമാശ, ശിവേട്ടൻ ഇന്ന് അങ്ങേരോട് ഒത്തിരി സംസാരിച്ചു. അങ്ങേരിടയ്ക്കിടെ എന്നെ നോക്കി ചിരിച്ചൊക്കെ വന്നതാ. നിന്റെ അച്ഛൻ നെച്ചുവിനോട് പ്രേമത്തെപ്പറ്റി അലറിപ്പറയുന്നത് കഴിഞ്ഞ് ഒന്ന് നോക്ക് പോലും ചെയ്യാതെ അങ്ങേര് മനയിൽ നിന്നിറങ്ങി. ഓ എൻ്റെ ഹാളു, അത്രയൊക്കെ അപ്ഡേറ്റ് ആയോ? അത് നന്നായി. എന്തായാലും അച്ഛയെ ഇത്രയും ഹാർഷായി ഞാൻ ആദ്യമായി കാണുക. ഞാൻ തന്നെ ഞെട്ടിപ്പോയി മോളെ. അച്ഛയുടെ ഇന്നത്തെ പ്രകടനം കണ്ടാൽ ഈ പഞ്ചായത്തിൽ പോലും ആരും പ്രേമിക്കില്ല. അതാണ് ഞാനും പറഞ്ഞ്. ഇനി മിത്രേട്ടൻ എന്നെ ഒട്ടും മൈൻഡ് പോലും ചെയ്യില്ല. ഞാനിനി എന്ത് ചെയ്യും? മേരി ജിന്ദഗി ബർബാദ് ഹോ ഗയി, അവൾ സങ്കടത്തോടെ പറഞ്ഞു. നീ സങ്കടപ്പെടാതെ, ശിവേട്ടൻ മിത്രേട്ടനുമായി പിണക്കം മാറിയെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഹോപ്പുണ്ട് മോളെ. ഒട്ടും പറ്റിയില്ലേ, എറണാകുളത്ത് നല്ല ചൊങ്കൻ ചെക്കന്മാരെ അങ്ങ് കെട്ടണം. അല്ല പിന്നെ. അതെയല്ലേ പോട്ടി, അങ്ങനെ ആയത്തിലങ്ങ് പതിഞ്ഞു പോയി. ഇനി മാറ്റി മറ്റൊരാളെ വിചാരിക്കാൻ പോലും പറ്റില്ലാടി. എല്ലാം ശരിയായാൽ മതിയായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ലവളുമാർ നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ട്. എന്താടി കാര്യം? ഓ, അത് ആരോണിനെ ഇവിടെ കണ്ടതുകൊണ്ടൊരു സംശയം, അത് ചോദിക്കാനാ. പറഞ്ഞു തീർന്നില്ല, ദേ വന്നല്ലോ രണ്ടും. അനുവിനെയും നന്ദയെയും കണ്ടപ്പോൾ ഹാള് പറഞ്ഞു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പുറത്തെല്ലാവരും നെച്ചുവിൻ്റെ ചർച്ചയിലാണ്. അനു പറഞ്ഞു. ഓ, എന്തേലൊക്കെ പറയട്ടെ, എനിക്ക് വയ്യ, തല വെട്ടി പൊളിയുന്നു. അവൾ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല. നിങ്ങൾക്കറിയാനുള്ളത് ഞാൻ പറഞ്ഞു തരാം, വായോ. അവൾ അവരെ അവൾക്കരികിലേക്ക് പിടിച്ചിരുത്തി. നിങ്ങളുടെ ചേട്ടൻ, അതായത് മിസ്റ്റർ ആരോൺ ഫിലിപ്പ് തേവക്കൽ, അങ്ങരുടെ കറക്റ്റ് നെയിം. എൻ്റെ സീറ ഡിസൈൻസ് ആൻഡ് ക്യാപ്ചറിൻ്റെ ബോസിൽ ഒരാളാണ്. അങ്ങരുടെ ചേട്ടനാണ് ഒപ്പമുണ്ടായിരുന്ന മറ്റേ ചുള്ളൻ ചേട്ടൻ മിസ്റ്റർ ഷാരോൺ. ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ആ അബദ്ധം എന്നെ മനസ്സിലാക്കിയതും. പിന്നെ മറ്റൊരു കാര്യം, ഈ ആരോണിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് നമ്മുടെ അളിയൻ, അതായത് ദേവേട്ടൻ. ആരോണിന് ക്രഷ് ഉണ്ടായിരുന്ന പെൺകുട്ടി ഞാനായിരുന്നെന്ന് അവിടെ ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ സമ്മതം കിട്ടിയ കല്യാണം. കിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കല്യാണമോ 16 അടിയന്തിരമോ എന്ന് ആർക്കറിയാം? ഹാള് മുകളിലേക്ക് കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു. പട്ടി, അവളുടെ ഒടുക്കത്തെ സംശയം. അല്ലേലും അച്ഛയുടെ കാര്യത്തിൽ ആദ്യാ. വരുന്നിടത്ത് വെച്ച് കാണാം. നീ എന്നിട്ട് ഓക്കെ പറഞ്ഞു കിച്ചു? ഇതുവരെ ഇല്ല, ഒന്നുകൂടെ ആലോചിക്കണം, എന്നിട്ട് പറയണം. ഒത്തിരി അനുഭവിച്ചതാണേ. ആള് കൊള്ളാം, പൊളിയാണ്. ഇനി നിൻ്റെ തീരുമാനം. നന്ദ പറഞ്ഞു. ഓ, കുറച്ച് തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതവിടെ ചെന്നിട്ട് വേണം അങ്ങേരോട് പറയാൻ.